ഫിലിപ്പ് സാർ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നീതി ലഭിച്ചത്. സേതു, എൻ്റെ ഇടപെടലുകൾ സാധാരണക്കാർക്ക് സഹായകരമാണെന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വളരെയധികം നന്ദിയുണ്ട് സാറേ. ശരി സാറേ, എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. വലിക്കെന്ന് പറയാ, വലിച്ചു വലിച്ചേക്കാൻ മരിക്ക് കേട്ടിട്ടുണ്ട്. ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് കടയിൽ ആളുണ്ട്, ഞാൻ പോവാ. കൂട്ടപ്പാ, ഇതെന്താ സാറേ പതിവില്ലാണ്ട്? മാസാവസാനം ആയില്ലല്ലോ. നിർബന്ധമാണോ? ഒരു നിർബന്ധമില്ല സാറേ, പറ്റു നോക്കിയിട്ട് ബാലൻസ് അങ്ങ് തരാം. ഓക്കെ, കിടക്കട്ടെ കൂട്ടപ്പാ. എന്നാൽ ശരി. അച്ഛാ, അമ്മ വിളിച്ചിരുന്നല്ലേ? അച്ഛനത് കാര്യമാക്കണ്ട. അമ്മയുടെ സ്വഭാവം അച്ഛനറിയാലോ. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല അച്ഛാ. സ്വന്തം ജീവിതം നോക്കാറുള്ള അച്ഛൻ്റെ സാമൂഹ്യ സേവനം അതിൽ പലർക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷെ അച്ഛനോ കുറേ കള്ള കേസുകളും കുറേ ശത്രുക്കളും. അമ്മ കുറേ സഹിച്ച്. അച്ഛൻ്റെ ശത്രുക്കൾ തന്നെ എൻ്റെ ജീവൻ്റെ ഒരു ഭീഷണിയായി. അപ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെയായിട്ട് അമ്മ ഇറങ്ങിയത്. അച്ഛൻ്റെ ഈഗോ കാരണം ഞങ്ങളെ ഒന്ന് കാണാനോ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ അച്ഛൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ. എൻ്റെ കല്യാണത്തിന് പോലും അച്ഛൻ വന്നില്ല. ഇന്നലെ രാത്രി കുറേ പേര് വന്നു, വീടിന് കല്ലെറിഞ്ഞു, എൻ്റെ വണ്ടി വരെ കത്തിച്ചു. എൻ്റെ കൂടെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ കൊച്ചിനടുത്തുണ്ട്. അവളും വീട് വിട്ടിറങ്ങിപ്പോയി. അതുകൊണ്ടാണ് അമ്മ അച്ഛനെ വിളിച്ച് വഴക്ക് പറഞ്ഞത്. സ്വന്തം ജീവിതം നശിപ്പിച്ച് സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിച്ച് ഇപ്പം എൻ്റെ ജീവിതവും. നാളെ എൻ്റെ ശവത്തിൽ ചവിട്ടിയെന്നും അച്ഛനെ പ്രതികരിക്കുക. അതാണ് മാസ്. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ് വീട്ടുകാരി വെറുപ്പിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങിയ കാലം മുതലേ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും നിങ്ങൾ ഒരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാകാൻ പോകുന്നില്ല. മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ ചാനലിലൂടെ വിളിച്ചു പറയുന്നതിന്റെയൊക്കെ ഫലം അനുഭവിക്കുന്നേ ഞാനും എന്റെ മോനും കൂടാ. അതുകൊണ്ട് അവസാനമായി പറയുക, നിങ്ങൾ കാരണം എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് ദഹിക്കും ഞാൻ. ആത്മാവിലേന്തിയ മാനുഷ്യമൂല്യങ്ങൾ ഇന്നെൻ്റെ ജീവിതം കവരുമ്പോഴും പ്രാണന്റെ പാതിയായി വന്നവൾ പോലും ഒരു വാക്കുമിണ്ടാതെ മറയുമ്പോഴും മിഴി നിറഞ്ഞെന്നാലും കരൾ പിടഞ്ഞെന്നാലും തളരാത്ത എൻ ശബ്ദം വാൾമുനയാ. മിഴി നിറഞ്ഞെന്നാലും കരൾ പിടഞ്ഞെന്നാലും തളരാത്ത എൻ ശബ്ദം വാൾമുനയായി. ഓമനക്കുഞ്ഞിനെ മാറോടണച്ചില്ല, കഥകൾ പറഞ്ഞു ഞാനുറക്കിയില്ല. ഓമനക്കുഞ്ഞിനെ മാറോടണച്ചില്ല, കഥകൾ പറഞ്ഞു ഞാനുറക്കിയില്ല. അക്ഷരമുത്തുകൾ
പെറുക്കിക്കൊടുത്തില്ല, കൈ പിടിച്ചെൻ കൂടെ നടത്തിയില്ല. സാധുജനങ്ങൾക്ക് വഴി കാട്ടിയെന്നാലും ഒരച്ഛനായി മാറുവാൻ കഴിഞ്ഞതില്ല. എൻ്റെ വീടിനു നാഥനായി മാറിയില്ല. ഞാൻ സൃഷ്ടിച്ച കഥാപാത്രം അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് സഞ്ചരിക്കുന്നു. അവൻ്റെ ആ സഞ്ചാരം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വരെ ആപത്താകുന്നു. അതിനാൽ അവനെ തടയണം. മേഘനാഥ, ഇടിമിന്നൽ പോലെ ഗർജിക്കുന്നവൻ മേഘനാഥൻ. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ, അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ നിന്റെ വാക്കുകൾ ഇടിമിന്നൽ തന്നെയായിരുന്നു. നിന്നിൽ അഭിമാനിക്കുന്നു ഞാൻ. പക്ഷേ മതി, ഇനി മതി. നിർത്തിക്കും, എല്ലാം നിർത്തിക്കും. എനിക്ക് മനസ്സിലായില്ല. വിശ്വാസം വരുന്നില്ല എന്നതല്ലേ ഈ മനസ്സിലായില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതെ. അന്യായങ്ങൾക്കെതിരെയുള്ള നിന്റെ ശബ്ദം പലർക്കും ഒരു ആശ്വാസവും ധൈര്യവും തന്നെയായിരുന്നു. പക്ഷേ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ ജീവിതം തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്ത് നേടി? ഒരക്രമത്തിനെതിരെ സംസാരിക്കുമ്പോൾ മറ്റ് പലയിടത്തും അതിലേറെ അക്രമങ്ങൾ നടക്കുന്നു. ഒരു അഴിമതിക്കെതിരെ സംസാരിക്കുമ്പോൾ 10 അഴിമതികൾ അതിനപ്പുറം നടക്കുന്നു. ലോകമുള്ളിടത്തോളം കാലം ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇതൊന്നും അവസാനിക്കുന്നില്ല മേഘനാഥ. സാർ ഇങ്ങനെ നിരാശപ്പെടുന്നു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ കുടുംബവും കുട്ടികളും ഉള്ള ഒരാൾക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്റ്റെഫിയും മോനും വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ തിരിച്ച് വിളിക്കായിരുന്നു. അവർ മറ്റെവിടെയെങ്കിലും സമാധാനത്തോടെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നീ കാരണം അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല, അന്നും ഇന്നും. അതെ, സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടിൽ നിന്ന് വെച്ച് നടക്കാൻ എനിക്ക് കഴിയില്ല. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഐ ഡോണ്ട് കെയർ. മേഘനാഥ, എൻ്റെ മകൻ അവൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ്റെ കുട്ടി, അവൻ്റെ ഭാര്യ, അവന് വേണ്ടി ഒന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. സ്നേഹം പോലും. അവൻ്റെ ജീവിതം ഞാൻ കാരണം നശിക്കാൻ പാടില്ല. അതിന് നീ ഇനി ഉണ്ടാവരുത്. എന്താണ് പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? എന്റെ വാക്കുകൾ നിങ്ങളുടെ തന്നെ വാക്കുകളാണ്. നിങ്ങൾ സമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾക്ക് കഴിഞ്ഞാണിട്ടാൽ ഇല്ലാതാകുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വ്യക്തിത്വമാണ്. എനിക്ക് വേറെ വഴിയില്ല മേഘനാഥ. ചെയ്യരുത്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മേഘനാഥൻ എന്ന കഥാപാത്രം സ്വയമില്ലാതെയായി.